ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുകയാണെങ്കിൽ കോഴിക്കോട് തിരുവമ്പാടിയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെതിരെ ഇന്നും സമരം തുടരാൻ വീട്ടുടമസ്ഥർ. പ്രതിഷേധം കണക്കിലെടുത്ത് കെഎസ്ഇബി ഓഫീസിന് കാവൽ തുടരുകയാണ്. അറസ്റ്റിലായ അജ്മലും സഹോദരനും റിമാൻഡിലാണ്. ഒരു കാരണവുമില്ല, ഞങ്ങളുമായിട്ട് കട്ട് ചെയ്ത് പോകുന്നതാണ്. ഒരു ഓർഡറോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ ബില്ലടക്കായൊന്നുമില്ല. പിന്നെ അങ്ങനെ എന്തിനാണ് ഊരുന്നെന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് മേലിന് ഓർഡർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ചെയ്തത്. മേലിന് ഓർഡർ വന്നിട്ടാണ് ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞ് കറണ്ട് കിട്ടണം. ഞങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അവിടെ ലൈറ്റും വെള്ളമൊന്നുമില്ല. ഒരുപാട് പ്രയാസത്തില്ല. ബാത്റൂമിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം അടിച്ചിട്ട് ഒന്നുമില്ലാതെ ഇരിക്കുകയാണ്. ഞങ്ങൾ ലൈറ്റ് ഞങ്ങൾക്ക് കറണ്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. ഞങ്ങൾ പൈസ അടക്കാണ്ട്, ഇനി ആ പൈസ ഞങ്ങൾ അടച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ ഊരി കൊണ്ടുവന്നെന്ന് അറിയില്ല. ഇവരെ പേരിലുള്ള ഇതാണ്. ഇവരൊന്നും ചെയ്തില്ല, ഞാനും ചെയ്തില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വന്ന് ഊരി കൊണ്ടുവന്നോട്ടെ. ഞങ്ങളെ കറണ്ട് തിരിച്ചു കിട്ടണം. അതുവരെ അവിടെ ഇരിക്കും. പിന്നെ ഏതായാലും ഇങ്ങനെ ഇരിക്കട്ടെ, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരട്ടെ. നമ്മള് പൈസ അടക്കാതെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഇത് ഞങ്ങൾ ചെയ്യായിട്ടാണെന്ന് പറയാ. ഇതാവൊന്നും ഇല്ലല്ലോ, ഒരു കാരണമില്ലാതെയാണ് ഇപ്പോൾ ഈ ചെയ്തതൊക്കെ. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം മുതൽ വലിയ ചർച്ചയായ വാർത്തയാണ്. ഇന്നും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ, കറണ്ട് കിട്ടുന്നതുവരെ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലാണ് വീട്ടുടമസ്ഥർ, അല്ലേ? തീർച്ചയായും അസാധാരണമായ ഒരു സംഭവവികാസങ്ങളാണ് ഇന്നലെ തിരുവമ്പാടിയിൽ നടന്നത്. കാരണം കഴിഞ്ഞ 2-ാം തീയതി ഈ വൈദ്യുതി കുടിശ്ശിക അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തി. ഇതേ തുടർന്ന് അറിയിച്ചിട്ടും വൈദ്യുതി അടയ്ക്കുകയുണ്ടായില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തു. ഈ ഡിസ്കണക്ട് ചെയ്ത ശേഷം പിന്നീട് ഓൺലൈൻ മുഖേന പണമടയ്ക്കുകയും ഈ വീടിന്റെ ആളുകൾ, അവിടുത്തെ യുവാക്കൾ, അജ്മൽ അടക്കമുള്ള ആളുകൾ പണമടച്ച കാര്യം അറിയിച്ച് ഈ പുനഃസ്ഥാപിക്കാനായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോൾ മോശമായി പെരുമാറുകയായിരുന്നു. ഇതേ തുടർന്ന് അജ്മലിനെതിരെ പരാതി KCB ഉദ്യോഗസ്ഥർ ഓഫീസിൽ പോയി നൽകുകയും KCB ഔദ്യോഗികമായി തന്നെ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. പക്ഷേ പോലീസ് കേസെടുത്ത വിവരം പത്രങ്ങളിൽ വന്നു എന്നതാണ് ഈ അജ്മലിനെ ചൊടിപ്പിച്ചത്. തുടർന്ന് അജ്മൽ KCB ഓഫീസിലെത്തി വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റം നടത്തി. ഉദ്യോഗസ്ഥരുടെ നേരെ മലിനജലം ഒഴിച്ചു. ഒപ്പം ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ഓഫീസ് ഫർണിച്ചർ അടക്കമുള്ള സാമഗ്രികൾ നാശനഷ്ടം വരുത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് KCB MD ബിജു പ്രഭാകറിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത്. എന്നാൽ തിരുവമ്പാടി ഉള്ളാട്ടിൽ റസാഖാണ് ഈ അജ്മലിന്റെ പിതാവ്. പക്ഷേ മകൻ കുറ്റം കാണിച്ചതിന് എന്തിന് തന്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തു എന്ന ചോദ്യമാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്. അജ്മൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമാനുസൃതമായി പോലീസ് കേസെടുത്തിട്ടുണ്ട്, അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകട്ടെ. പണം അടച്ച ശേഷവും തൻ്റെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചത് എന്തിനും വിച്ഛേദിച്ചു എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ഇന്നലെ തിരുവമ്പാടി ഓഫീസിൽ KCB ഓഫീസിലെത്തി ഏതാണ്ട് 1 മണിക്കൂറോളം ഇദ്ദേഹവും ഭാര്യയും മെഴുകുതിരി പ്രതിഷേധം നടത്തിയിരുന്നു. ഈ പ്രതിഷേധത്തിൻ്റെ ഒടുവിൽ ഇദ്ദേഹം കുഴഞ്ഞു വീഴുകയുണ്ടായി. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ തേടിയിരിക്കുന്ന ആളാണ്. രാവിലെ മുതൽ മകൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പുറകെയാണ്. ഇതിനൊടുവിലാണ് ഇന്നലെ ഈ റസാഖ് കുഴഞ്ഞു വീഴുകയും അദ്ദേഹത്തെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്ത് ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയാണ് ഈ KCB ഓഫീസ് അടിച്ചു തകർത്ത അജ്മൽ. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസും ഒപ്പം ഈ ഇദ്ദേഹത്തിന്റെ അയൽവാസികളുള്ള അടക്കമുള്ള ആളുകളും പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. കാരണം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത നടപടിയാണ് KCBയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന കാര്യമാണ് ഇവർ പങ്കുവെക്കുന്നത്. കാരണം ഈ വീടുമായി ഒരു വൈദ്യുതി കണക്ഷൻ സംബന്ധിച്ച പ്രശ്നമുണ്ടായിരുന്നു. അതിന് ഈ റസാഖിന്റെ മകൻ അജ്മലാണ് KCB ഉദ്യോഗസ്ഥരോട് അപമര്യാദയായി പെരുമാറിയത്. പിന്നീട് അജ്മലിനെതിരെ കേസെടുക്കുകയും അജ്മൽ KCB ഓഫീസിൽ വന്ന് അതിക്രമം കാണിക്കുകയും ഒക്കെയാണ് ചെയ്തത്. അതിന് ഈ പ്രായമായ മാതാപിതാക്കളെ എന്തിന് ബുദ്ധിമുട്ടിക്കണമെന്ന ചോദ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ആശുപത്രിയിൽ ആണ് റസാഖ് ഉള്ളത്. പക്ഷേ ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്ന മുറയ്ക്ക് വീണ്ടും KCBയിൽ പ്രതിഷേധവുമായി എത്തുമെന്നാണ് ഇവർ പറയുന്നത്. ഒപ്പം യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളും പ്രതീക്ഷിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ KCBയുടെ നടപടി
നിയമവിരുദ്ധമായി നിലനിൽക്കുമോ എന്ന ചോദ്യമാണ് ഈ പരാതിക്കാർ ഉന്നയിക്കുന്നത്. കാരണം ഒരു വീടുമായി ബന്ധപ്പെട്ട് കറണ്ട് ചാർജ് അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നു. പിന്നീട് ആ കണക്ഷൻ കുടിശ്ശിക അടച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധം പുനഃസ്ഥാപിക്കുന്നു. അത് പക്ഷേ ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുള്ള പശ്ചാത്തലത്തിൽ എങ്ങനെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കും, അല്ലെങ്കിൽ വിച്ഛേദിക്കാൻ നിയമമില്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ KCB സംബന്ധിച്ചുള്ളത് KCB പറയുന്നത് ഈ അജ്മൽ നടത്തിയ അതിക്രമത്തിൽ ഏതാണ്ട് 3 ലക്ഷം രൂപയുടെ നഷ്ടത്തോളം KCBക്ക് ഉണ്ടായിരിക്കുന്നു. ആ നഷ്ടം നികത്തുന്ന മുറയ്ക്ക് മാത്രമേ ആ ഉപഭോക്താവിന്റെ കണക്ഷൻ വിച്ഛേദിക്കുകയുള്ളൂ എന്ന കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ റസാഖ് എന്ന ഉപഭോക്താവിന്റെ പേരിലാണ് ഓഫീസിലെത്തി അതിക്രമം നടത്തുകയും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഈ അജ്മൽ ചെയ്ത കൃത്യത്തിന്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം ആ വീട്ടിലെ കൺസ്യൂമർ എന്ന രീതിയിൽ റസാഖിനുണ്ട് എന്നും KCB പറയുന്നു. എന്തായാലും ഒരു കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നം തന്നെയാണ്. ഈ കാര്യത്തിൽ കോടതിയടക്കം സമീപിക്കാനുള്ള ഒരുക്കത്തിലുമാണ് ഈ കുടുംബം. ഇരുപക്ഷവും തങ്ങളുടെ വാദമുഖങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. കാരണം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച നടപടി ശരിയാണ് എന്ന് KCB ഉദ്യോഗസ്ഥർ വാദിക്കുന്നു. മറുവശത്ത് ഈ മകൻ നടത്തിയ അതിക്രമങ്ങൾക്ക് എന്തിന് പിതാവിന്റെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു, പണം അടച്ചു കഴിഞ്ഞാൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നിയമപരമായ ബാധ്യത KCBക്കുണ്ടെന്ന് കുടുംബവും വാദിക്കുന്നു. എന്തായാലും ഇന്നും കൂടുതൽ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഈ വിഷയവുമായി. അതെ അനീഷ്, ഇവിടെ ഈ രണ്ട് കാര്യമുണ്ട്. അതായത് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കാൻ കഴിയും, മകൻ അത്തരത്തിൽ അതിക്രമം കാണിച്ചത് കൊണ്ടാണ് വൈദ്യുതി വിച്ഛേദിച്ചത് എന്നുള്ള ഒരു ന്യായീകരണം KCB നൽകുമ്പോഴും ഈ മറുചേരിയിൽ അപ്പുറത്തുണ്ടാകുന്നതും ഈ വൈദ്യുതി ഇല്ലാത്തതിന്റെ പേരിൽ വിഷമം കൂടുതൽ അനുഭവിക്കുന്നതും ആ മാതാപിതാക്കളാണ്. അവർ രോഗികളായിട്ടുള്ളവരാണ്, വയസ്സായ ആളുകളാണ്. ഈ വൈദ്യുതി ഇല്ലാതെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ആശങ്കയുണ്ട്, ഇരുട്ടത്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് മാനുഷികമായി നോക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഇന്നലെ മുതൽ വാർത്ത ചർച്ചയായതാണ്. ഈ ഉന്നത തലത്തിൽ നിന്ന് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അടക്കം എന്തെങ്കിലും ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും വിശദീകരണമോ അറിയിപ്പോ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടോ? ഇന്നത് ഉണ്ടാകാനുള്ളൊരു സാധ്യത എത്രത്തോളം കാണുന്നുണ്ട്? എന്തായാലും ഈ കാര്യം ഒരു വിവാദമായി മാറിയ സാഹചര്യത്തിൽ ഉന്നത തലത്തിലെ ഇടപെടൽ ഒരുപക്ഷെ ഉണ്ടാകുമെന്ന് കരുതാം. കാരണം ഈ റസാഖും ഭാര്യയും പറയുന്ന കാര്യങ്ങൾ തികച്ചും ന്യായമാണ്. കാരണം അവർ പ്രായമായവരാണ്, രോഗബാധിതരായ ആളുകളാണ്. ഈ മഴയും ഈ കാലവർഷ പ്രശ്നങ്ങളുമൊക്കെ ഉള്ള സാഹചര്യത്തിൽ കറണ്ടില്ലാത്ത വീട്ടിലിരിക്കുക എന്നത് അങ്ങേയറ്റം ദുഷ്കരമാണ്. നമുക്കറിയാം, 1 മണിക്കൂർ പോലും കറണ്ടില്ലെങ്കിൽ ഫാനോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ മകൻ ചെയ്ത കുറ്റത്തിന് എന്തിന് അച്ഛൻ്റെയും അമ്മയുടെയും കറണ്ട് കണക്ഷൻ വിച്ഛേദിക്കുന്നെന്ന ചോദ്യം ബാക്കിയാണ്. ഇന്നലെ നമുക്കറിയാം, പലപ്പോഴും ഈ മാതാപിതാക്കളുടെ ഇച്ഛയ്ക്കനുസരിച്ചായിരിക്കില്ല മക്കളുടെ പ്രതികരണങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ മക്കൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും ഉത്തരവാദിത്തം മാതാപിതാക്കളിലേക്ക് തള്ളിവിടുന്നതും ന്യായമായ കാര്യമല്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അജ്മലിനെയും സഹോദരനെയും ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് നടപടിക്രമങ്ങൾ ഒരു വശത്ത് അതുപോലെ തുടരും. ഈ PDPP ആക്ട് പോലുള്ള പൊതുവസ്തുക്കൾ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പ്രയോഗിച്ചാലും ആ നാശനഷ്ടം ഈടാക്കിയ ശേഷം മാത്രമാണ് പലപ്പോഴും ഈ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാറുള്ളൂ. അത് ഈ കേസ് മാത്രമല്ല. ഇപ്പോൾ വഴിയിൽ ഈ KSRTC ബസ്സിന് കല്ലെറിയുന്ന പ്രതിഷേധക്കാർ, ഈ വിദ്യാർത്ഥി സംഘടനകൾ അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. അവരൊന്നും ഇപ്പോൾ അത്തരം നശീകരണ പ്രവൃത്തികളിലേക്ക് തിരിയാറില്ല. കാരണം വലിയ തുകയാണ് ഈ കോടതിയിൽ കെട്ടിവെച്ചാൽ മാത്രമാണ് പിന്നീട് ജാമ്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ അജ്മലും സഹോദരനും ഇപ്പോൾ കൃത്യമായും ഒരു നിയമവ്യവസ്ഥയുടെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡ് ചെയ്യപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് അവർ ഈ നഷ്ടപരിഹാരം കെട്ടിവെച്ചാൽ മാത്രമാവും അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുക എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എന്തിനങ്ങനെയാണെങ്കിൽ ഈ പ്രായമായ മാതാവിൻ്റെയും പിതാവിൻ്റെയും വീട്ടിലേക്കുള്ള, അല്ലെങ്കിൽ അവർക്ക് വെട്ടം കാണാനുള്ള കറണ്ട് എന്തിന് കളഞ്ഞു എന്ന ചോദ്യം കൃത്യമായി തന്നെ ന്യായമായ ചോദ്യമാണ്. ആ ന്യായമായ ചോദ്യത്തിനുള്ള പ്രതികരണങ്ങൾ KCBയുടെ ഉന്നത തലത്തിൽ നിന്നും ഒരുപക്ഷെ ഇന്നുണ്ടാവും. ഒരു രാഷ്ട്രീയ തലത്തിലുള്ളൊരു തീരുമാനവും ഇന്നുണ്ടാകുമെന്ന് കരുതാം. മറുവശത്ത് ഈ അജ്മലുമായി ബന്ധപ്പെട്ട KCB ഓഫീസ് അടിച്ചു തകർത്തതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന പ്രവൃത്തിയല്ല. അവർ ഒരു തരത്തിലും ഈ KCBക്ക് നേരെ അതിക്രമം നടത്തുകയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ നേരെ മലിനജലം ഒഴിക്കുകയോ അവരെ കയ്യേറ്റം ചെയ്യേണ്ട ആവശ്യമില്ല. അത്തരം നിയമവശങ്ങൾ നിയമത്തിൻ്റെ വഴിയിൽ തന്നെ മുന്നോട്ട് നീങ്ങട്ടെ. മറുവശത്ത് ഈ മാനുഷികമായ പരിഗണന ഈ വയോധികരായ അച്ഛനും അമ്മയ്ക്കും നൽകണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും ഇന്ന് അതനുസരിച്ചുള്ളൊരു നടപടി KCBയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ